അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ പാർട്ടി ഉണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ 10 റെസിപ്പീസുമായിട്ടാണ്. ഇതിൽ പുഡിങ്ങും ഡ്രിങ്കും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു യമനി റൊട്ടി റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് ചോറാണ്. ഞാനിപ്പം 2 കപ്പ് ചോറ് 250 ml കപ്പിലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി എടുക്കുക. ഇനി ഇത് നല്ലോണം പേസ്റ്റ് ആയിട്ട്, തരികളൊന്നും ഇല്ലാണ്ട് നല്ലോണം പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതായത് ഞാൻ നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാണ്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ. കാര്യം നമ്മൾ ഈ ഒരു മാവിലാണ് പൊടി മിക്സാക്കിയിട്ടാണ് നമ്മൾ യമനി റൊട്ടി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ തന്നെ 4 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഈ ഒരു യമനി റൊട്ടി നമ്മൾ പൊറോട്ട, ബട്ടർ നാൻ എല്ലാം കഴിക്കുന്നതിലും അടിപൊളി ടേസ്റ്റാണ്. എന്നാലും നല്ല സോഫ്റ്റാണ് കേട്ടോ. പൊറോട്ടയെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയല്ലേ. അപ്പം ഈ ഒരു യമനി റൊട്ടി പൊറോട്ടക്കെല്ലാം പകരം ഉണ്ടാക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കലാണ്. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുകൂടി നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ യമനി റൊട്ടി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ആ ഒരു കുക്കർ ചിക്കൻ റെസിപ്പി കാണിക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 4 ഉള്ളി ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കെല്ലാം ഫ്രൈ ആക്കി എടുക്കൂലേ, കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അതുപോലെ ഇതാ 4 ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഈ ഒരു ഫുൾ ചിക്കൻ ചെയ്യുന്നതുകൊണ്ടാണ് 4 ഉള്ളി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളൊരു പകുതി ചിക്കനിലല്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിയുടെ അളവും തക്കാളിയുടെ അളവെല്ലാം കുറയ്ക്കുക കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഞാനിതാ 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 1 ബൾബ് വെളുത്തുള്ളിയും 4 പച്ചമുളകും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 5 തക്കാളിയാണ്. അപ്പോൾ ഞാനിപ്പം 4 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. 5 തക്കാളി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പം ഇതാ ഞാൻ ചിക്കന് വരയിട്ട് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ ഇതുപോലെ ചിക്കന് വരയിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം ആ ഒരു മസാല പിടിക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് എന്താ പറയുക ഗരം മസാല പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂണ് മല്ലി മുളക് മിക്സാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ആക്കി വെച്ച ഓയിലില്ലേ, അതിൽ നിന്നും 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണ് മല്ലി മുളക് മിക്സിയല്ലേ ചേർത്ത് കൊടുത്തേ. നിങ്ങൾ മുളകും മല്ലിയും വേറെയാണ് പൊടിക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എന്ന കണക്കിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഉള്ളി ഫ്രൈ ആക്കി എടുത്ത ഓയിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് വരും ഈ ഒരു ചിക്കൻ മസാലക്ക്. ഇനിയിപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ ഞാൻ പുരട്ടി കൊടുക്കലാണ്. ഇതിലേക്ക് വേറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എരിവെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുരുമുളക് പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പൊടിയായിട്ട് ചേർത്ത് കൊടുക്കണ്ട, ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം വെക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മസാലയും ചിക്കനും എല്ലാം ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പം ഈ ഒരു കുക്കറിൻ്റെ അടിവശം കരിഞ്ഞ് പോകുന്ന പേടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. എന്താ പറയുക അടിവശത്ത് പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ വേവിക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ കറക്റ്റ് അളവാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം വെന്ത് പോകും കേട്ടോ. അപ്പം നമ്മൾ ഫുൾ ചിക്കൻ ഉണ്ടാക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് യമനി റൊട്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ 13 യമനി റൊട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതാ ഞാനൊരു കത്തി വെച്ചിട്ട് എല്ലാം കട്ടാക്കി എടുക്കലാണ്. ഇനിയിപ്പം നമ്മൾ ചപ്പാത്തിക്കെല്ലാം ചെയ്യുന്ന പോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ചപ്പാത്തിയിലും കുറച്ച് വലിയ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പം യമനി റൊട്ടി സാധാരണ ഉണ്ടാവുക കുറച്ച് വലിയ സൈസിലാണ്. അപ്പോൾ ഇതാ 13 ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ സാധാ ചപ്പാത്തിയെല്ലാം ചെയ്യുന്ന പോലെ കുറച്ച് മൈദ എടുക്കുക, എന്നിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഒരു ബനിയൻ പൊറോട്ടൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കട്ടാ. അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയും കൂടി എന്താ പറയുക, ഒരുപാട് കോംബോ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിൻ്റെ പരുവത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് മൊത്തത്തിലൊന്നും പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്താ പറയുക, ഇതിന് മുകളിലായിട്ട് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മടക്കിയെടുക്കലാണ് കേട്ടോ. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പം ഒരു ഭാഗം മടക്കി കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെ പുരട്ടി കൊടുക്കുന്നുണ്ട്, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് മൈദ വെച്ച് കൊടുക്കുന്നുണ്ട്, മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ലെയറായിട്ട് നമ്മുടെ യമനി റൊട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഓയിൽ എന്താ പറയുക സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും മൈദ ഇട്ട് കൊടുക്കുക, എന്നിട്ട് വീണ്ടും മടക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ കറക്റ്റ് ചെയ്യാട്ടോ. നമ്മൾ എത്രമാത്രം ഇതുപോലെ മടക്കിയെടുക്കുന്ന അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു യമനി റൊട്ടിക്ക് ലെയറായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് മടക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഞാൻ 13 ബോൾസും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാ. ഇനിയിപ്പം രണ്ടാമത് വീണ്ടും ഇത് നമ്മൾ പരത്തിയെടുക്കണം. സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ഈ ഒരു യമനി റൊട്ടി പരത്തിയെടുക്കേണ്ടത്. നമ്മൾ പരത്തിയെടുക്കുമ്പം കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിലും നല്ലോണം തിന്നായിട്ട് വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം നേരിയ രീതിയിൽ പരത്തിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം നേരിയ രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പൊറോട്ടയെല്ലാം ചുട്ടെടുക്കൂലേ, അതുപോലെ ചുട്ടെടുക്കുക. ആദ്യം ഞാൻ ഒരു ഓട് വെച്ചിട്ടുണ്ട്, അടുപ്പിൽ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു തവൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പം തവ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പരത്തി വെച്ച ഈ ഒരു യമനി റൊട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ ബബിൾസ് വരുമ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ചപ്പാത്തിയിലും ചെയ്യൂലേ അതുപോലെ തന്നെയാണ്. എന്നിട്ട് ചെറുതായിട്ട് ബബിൾസ് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിന് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനീ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് തന്നെ ചെയ്യട്ടോ. എന്നാലന്ന് നല്ല ടേസ്റ്റും സോഫ്റ്റും നല്ല ലെയറോട് കൂടിയ യമനി റൊട്ടി നിങ്ങൾക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുക. അപ്പം കുട്ടികൾക്കെല്ലാം ലീവല്ലേ, കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതാ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുക്കണ്ടേ. എന്നിട്ട് ഉൾഭാഗം നല്ലോണം കുക്കാവുന്ന രീതിയിൽ പൊറോട്ടക്കെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പം ഇത് കുക്കായിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാണ്ടിലെ ഉൾഭാഗത്തിലും നല്ല ലെയറോട് കൂടിയ അടിപൊളി യമനി റൊട്ടിയാണ്. നിങ്ങൾ ഇതുവരെ ആരും ട്രൈ ആക്കാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. ഞാനൊരു വർഷം മുന്നേ ചെയ്തൊരു റെസിപ്പിയാണിത്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. പാർട്ടിയിലും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഈ ഒരു മഴയ്ക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ ചിക്കനെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യലാണ്. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഉള്ളിയും കാഷ്യൂനട്ടെല്ലാം ഫ്രൈ ആക്കിയിട്ടില്ലേ അതെല്ലാം ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇതുവരെ ചിക്കൻ റെഡിയാക്കാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു യമനി റൊട്ടിയും ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഇപ്പം അടുത്ത റെസിപ്പി നോക്കാം. നല്ല പൂ പോലെ സോഫ്റ്റായ പാലടപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കനുമാണ്. ആദ്യം നമുക്ക് പാലടപ്പം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ ഞാൻ 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് നമ്മൾ നെയ്ച്ചോറിൽ ഉണ്ടാക്കുന്ന ജീരകശാല അരിയില്ലേ അതെടുത്തിട്ടുണ്ട്. നെയ്ച്ചോറ് ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടാവില്ലേ അതാണ് കേട്ടോ. പച്ചരിയിലും ഉണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും. ഞാനിപ്പോൾ നല്ലോണം കഴുകിയെടുത്തിട്ട് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം കുതിർന്ന് വന്ന അരിയിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും 1 കോഴിമുട്ടയും എടുക്കുന്നുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, 1 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ 1 കോഴിമുട്ട. ഇതിലേക്ക് ഞാനിതാ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം തരികളൊന്നും ഇല്ലാണ്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട മാവ് അരിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ശ്രദ്ധിക്കുക. കറക്റ്റ് ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഉണ്ടാകാൻ വേണ്ടിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ 1 മുട്ട. 2 കപ്പ് അരിയാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു അളവിന് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണിക്കാൻ വിട്ടതാണ്. ഇനിയിപ്പോൾ ഇതാ പാന് ചൂടാക്കുക. പാന് നല്ലോണം ചൂടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടിതാ പാനിങ്ങനെ ഒന്ന് കൈയോട് പിടിക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. പാനിങ്ങനെ ഉയർത്തി പിടിച്ചാലാണ് നല്ല നേരിയ അപ്പം കിട്ടുക കേട്ടോ. ഇനിയിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും, തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുണ്ടില്ലേ പെട്ടെന്ന് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പം വീണ്ടും ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് പാനൊന്ന് ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു പാലയുടെ അപ്പില്ലേ പല രീതിയിൽ റെഡിയാക്കി എടുക്കാം. നമുക്കില്ലേ തേങ്ങാപ്പാൽ ഇല്ലാണ്ട് ഒരു 6 മുട്ട 2 മുട്ടയെല്ലാം എക്സ്ട്രാ ചേർത്തിട്ടും ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാലാകുമ്പം കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ. പിന്നെ 2 കപ്പ് അരി 2 മുട്ട 1 കപ്പ് തേങ്ങാപ്പാലും ആയാലും കുഴപ്പമില്ല. അപ്പം വെള്ളത്തിൻ്റെ കാര്യം കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പാലടപ്പം ഇല്ലേ ഫസ്റ്റ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞാലൊന്ന് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പമെന്ന് നല്ല തേങ്ങാപ്പാലും മുട്ടയും പിന്നെ ബിരിയാണി അരിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചരിയിലും റെഡിയാക്കിയെടുക്കുക, കുഴപ്പമൊന്നുമില്ല. ബിരിയാണി അരി ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റി ആവും. അപ്പോൾ ഇതാ നല്ല ടിഷ്യൂ പേപ്പറുള്ള അപ്പമെന്ന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി കാണിക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു കൈപ്പിടി നിറയെ മല്ലിയില തണ്ടില്ലാണ്ട് ഇല മാത്രം ഒന്നിട്ട് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. 8 10 പച്ചമുളക്, നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 8 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത്. 1/2 മുറി ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കാഷ്യൂനട്ടാണ്. ഇതിപ്പം ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കാഷ്യൂനട്ടാണ്. ഒരു 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇത് 1 കപ്പിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈരിൽ 250 ml കപ്പിലാണ് ഞാൻ 1 കപ്പ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അരച്ച് വെച്ച മിക്സിയിലെ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ ഇതുപോലെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കി എടുത്തിട്ടില്ലേ 1 മണിക്കൂറോ 1/2 മണിക്കൂറോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കുന്നെങ്കിൽ അങ്ങനെയും റെഡിയാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ഇത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കാം. ആ ഒരു ഗ്രേവിയില്ലേ അത് ഒഴിക്കാണ്ട് ചിക്കന് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് വേണ്ടേ ലാസ്റ്റ് നമ്മൾ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കലാണ്. ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ബാക്കി മിക്സില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ഏതോ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടറിൽ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറുക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ച് ലൂസിലാണ് ചെയ്തെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റിയാണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കുബൂസാണ്. കുബൂസിൻ്റെ റെസിപ്പി എല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടോക്കാം കേട്ടോ. കുബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ 250 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഇളം ചൂട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളത്തിന് പകരം പാല് മാത്രം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഞാൻ 2 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ ഇതിലേക്കിൽ ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ആവും. ഇനിയിപ്പോൾ ഇത് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിക്ക് ഒരു 10-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ മൈദയിൽ നിന്നും 1/4 കപ്പ് മാറ്റി വെച്ചതാണ്. 1/4 കപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുബൂസ് പരത്തൂലേ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പം വെള്ളം അധികം ആവശ്യമുണ്ടെങ്കിൽ വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പാലോ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനിടയിൽ നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കലില്ലേ ട്യൂഷൻ ഫീസ് കുറഞ്ഞ ഏതെങ്കിലും ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് പരിചയപ്പെടുത്തി തരുമോ ഇതാണ്. അപ്പോൾ അതാണ് കേട്ടോ, ഞാൻ ഇവരെ കുറിച്ചിട്ട് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ലോകത്ത് എവിടെയുള്ള കുട്ടികളാണെങ്കിലും അവരുടെ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഇവർ ഓൺലൈനായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. KG മുതൽ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സിലബസിലും ഇവർ ട്യൂഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുട്ടികൾക്ക് മൾട്ടിപ്ലിക്കേഷന് ഡിവിഷന് എല്ലാം ഒരു ഭയങ്കര വെല്ലുവിളിയാണ്. അപ്പോൾ അതിലേ ഇവർ 20 ദിവസത്തെ സ്പെഷ്യൽ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12th കഴിഞ്ഞ കുട്ടികൾക്ക് ബേസ് കുറവാണെങ്കിൽ അവർക്ക് സയൻസ്, കോമേഴ്സ്, ബിസിനസ് എന്നീ ക്ലാസ്സുകൾക്ക് എന്നീ സബ്ജക്റ്റിന് അവർ ബേസിക് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചിലർക്ക് സയൻസ് എടുത്തിട്ട് ബിസിനസ് ഫീൽഡിലേക്ക്, കോമേഴ്സ് എടുത്തിട്ട് സയൻസിലേക്കെല്ലാം വരുന്നവരുണ്ടാവില്ലേ, അവർക്ക് ആവശ്യമായ ബേസിക് ക്ലാസ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല അസുഖങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത, അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ടാവില്ലേ, അങ്ങനെയുള്ള കുട്ടികൾക്കില്ലേ സ്പെഷ്യലായിട്ട് ഇവർ അക്കാദമിക് ഹെൽപ്പ് എന്ന രീതിയിലും ഇവർ ഫൗണ്ടേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കുള്ള ഒരുപാട് അവസരങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. അതിനിടയിൽ ആവശ്യമുള്ള വെള്ളം കുറച്ച് ഓയിലെല്ലാം ബ്രഷ് ചെയ്തിട്ട് ഞാൻ കുബൂസിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനിപ്പം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അതിനായിട്ട് ചിക്കന് ഞാൻ നല്ലോണം കഴുകിയിട്ട് വരണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുക. 10-15 അണ്ടി വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പോ ബദാമോ ഏതായാലും കുഴപ്പമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കില്ലേ ബട്ടറോ വെളിച്ചെണ്ണയോ ഏതോ ആയാലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ ഈ ഒരു ഇതിലുണ്ടാവുന്ന ഒരു മിക്സ് ഉണ്ടാവില്ലേ, ആ ഒരു കാഷ്യൂനട്ട് ഇതെല്ലാം പേസ്റ്റ് ഉണ്ടാവില്ലേ, അത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോഴേക്കും നമ്മുടെ കുബൂസിനുള്ള മാവെല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പരത്തിയെടുക്കലാണ്. ഞാനിത് ഓരോരോ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൈദ കൗണ്ടർ ടോപ്പിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പരത്തിയെടുക്കലാണ്. കുബൂസിനെല്ലാം നമ്മൾ പരത്തുമ്പില്ലേ കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്താൻ ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി വരാൻ പ്രയാസമായിരിക്കും. എല്ലാ ഭാഗവും ഒരേ രീതിയിൽ ഷേപ്പാവുന്ന രീതിയിൽ പരത്തിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ പരത്തിയെടുക്കലാണ്. എന്നിട്ട് നമ്മൾ സാധാ ചപ്പാത്തിയെല്ലാം ചുടൂലേ അതുപോലെ ചുട്ടെടുക്കുക. ചൂടായി വന്ന പാനിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന ടൈമിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. കുബൂസ് പൊങ്ങി വരാൻ വേണ്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭാഗവും ഒരുപോലെ കറക്റ്റായിട്ട് കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മൾ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റമല്ലേ. പാർട്ടിയിൽ മാത്രമല്ല വീട്ടിൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന കിടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ കുബൂസ് മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കനും ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ ചിക്കനിലെ ആദ്യം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ബാക്കിയുള്ള ആ ഒരു കഷ്യൂനട്ടിൻ്റെ പേസ്റ്റെല്ലാം ലാസ്റ്റ് ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുക്കലാണ്. പിന്നെ തീയിൽ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട, പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിതാ വീണ്ടും അടച്ചു വെക്കലാണ്. ഇനിയിപ്പോൾ കുബൂസിൻ്റെ കൂടെ കഴിക്കാനുള്ള ഹമൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹമൂസിൻ്റെ റെസിപ്പി വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഹമൂസാണ് കേട്ടോ.
സാധാരണ ഹമ്മൂസിൽ നമ്മൾ പച്ചമുളക് മല്ലിയില ഒന്നും ചേർക്കില്ലല്ലോ. അപ്പം പച്ചമുളകും മല്ലിയിലെല്ലാം ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഹമ്മൂസ് റെസിപ്പിയാണ്. വേണമെന്നുള്ളവർ ഇർഫാന ഷംഷീർ ഹമ്മൂസ് റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. അത് നമുക്ക് 2 ടൈപ്പിൽ ചെയ്യാം. പച്ചമുളകും മല്ലിയിലും നിങ്ങൾക്ക് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ അതും കൂടി ചേർക്കുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ആ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഹമ്മൂസ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഹമ്മൂസ് റെസിപ്പി എന്നോ ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനില്ലേ കുറച്ച് എൻ്റെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടായിന്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്നിട്ട് നോക്കിയിട്ട് തന്നെ കുക്ക് ചെയ്യുക. കരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കാഷ്യൂനട്ടെല്ലാം നല്ലോണം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നാലേ ഇതിലേക്കില്ലേ ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് ഒന്ന് പുകയ്ക്കണം. എന്താ പറയുക, ആ ഒരു സ്മോക്കി ഫ്ലേവറും കൂടി വരുമ്പം സ്മെല്ലും കൂടി വരുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഈ ഒരു ചിക്കന് കഴിക്കാൻ വേണ്ടിക്ക് ഈ ഒരു വൈറ്റ് ചിക്കൻ നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവരാണെങ്കിൽ ട്രൈ ആക്കി നോക്ക്. ഇതും ഞാൻ 1 വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിന്, ചെയ്തൊരു റെസിപ്പിയാണ്. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. 3, 4, 5 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയ റെസിപ്പി വീഡിയോസാണ്. ട്രൈ ആക്കാത്തവരും കാണാത്തവരും ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കട്ടോ. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യലാണ്. ഇതിൽ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. ഫ്രൈ ആക്കിയിട്ട് കാണുമ്പം ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക ഒന്ന് കളർ ചേഞ്ച് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടും കൂടി കാണിക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നറെല്ലാം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. കുബൂസും ഹമ്മൂസും എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ നമ്മളെന്തെങ്കിലും ഫ്രൈ ആക്കൂലേ, അതിന് പകരം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി നോക്കിക്കോ. അടിപൊളിയാണ്, നല്ല ക്രീമിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹമ്മൂസും ഈ ഒരു ചിക്കനും മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ട്രൈ ആക്കിക്കോ. അതിനിപ്പം ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മൊഹിറ്റോൻ്റെ റെസിപ്പി പറയാം. കുറച്ച് ചെറുനാരങ്ങയും പുതിനയിലയും കട്ടാക്കിയിട്ട് ഇതുപോലെ ഗ്ലാസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ക്രഷ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. വാട്ടർമെലനാണെങ്കിൽ വത്തക്കലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതിന് മൊഹിറ്റോൻ്റെ റെസിപ്പി. ഞാനിപ്പോൾ ഈ ഒരു ക്രഷ് ഇത് പാരക്കൻ്റെ ആണ് കേട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സോഡ അല്ലാന്നുണ്ടെങ്കിൽ 7up ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇതിൽ പഞ്ചസാരൻ്റെ ആവശ്യമില്ല, ഇതിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. ഈ ഒരു ഗോവൻ്റെ എന്താ പറയുക കൃഷിയില്ല, അതിലെ എന്തായാലും മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലേ ഇപ്പം മാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിള് വത്ത അതെല്ലാം വെച്ച് ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തോട്ടെ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഗസ്റ്റ് എല്ലാം വീട്ടിൽ വരുമ്പം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതല്ലേ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാൻ നല്ല കളർഫുള്ളായിട്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പം അടുത്തത് ഞാൻ ചെയ്യുന്നത് നവാബി സമായി എന്ന് പറഞ്ഞ ഒരു പുഡിങ് അല്ലാന്നുണ്ടെങ്കിൽ ഡെസേർട്ട് റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഞാനിതാ വെർമിസെല്ലിയിലെ നേരിയ ടൈപ്പിലുള്ള വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഇതുപോലെ കൈവച്ചിട്ട് പൊടിച്ചെടുക്കലാണ്. ഇപ്പം ഒരു പാക്കറ്റ് വെർമിസെല്ലിയിൽ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 3-4 പാക്കറ്റ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ വെർമിസെല്ലി എടുക്കുന്നത് അതിനനുസരിച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം നിങ്ങളെ മധുരത്തിൻ്റെയും ടേസ്റ്റിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പാർട്ടിയിലെല്ലാം ഈ ഒരു പുഡിങ് മാത്രം മതി. നല്ല ടേസ്റ്റാണ്, വയറും മനസ്സും നിറയുന്ന അത്രയും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബട്ടറോ ഗീയോ വേണം. ഞാനിപ്പം 2 ബട്ടറാണ് എടുക്കുന്നത്. ബട്ടറൊന്ന് മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് ഇത് വീണ്ടും നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഈ ഒരു ബട്ടർ എത്തുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കലാണ്. എന്നിട്ടിത് അടുപ്പിൽ വെച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ ഇതൊന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. ഞാനിപ്പം കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. നിങ്ങളിപ്പം 2 പാക്കിലെല്ലാം ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ക്രീം റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കലാണ്. 1 പാക്കറ്റ് വെർമിസെല്ലിക്കലും 1 പാക്കറ്റ് പാൽ വേണ്ട, 1/2 പാക്കറ്റ് പാൽ മതിയാവും കേട്ടോ. ഇതിപ്പം ഞാൻ 3-4 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഈ പാല് തിളപ്പിച്ചെടുക്കുക. തിളക്കുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. മൈദയോ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ വെർമിസെല്ലി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്, വറുത്ത് എടുത്തിട്ടുണ്ട്, റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കലാണ്. എല്ലാ ഭാഗവും ഒരുപോലെ ഷേപ്പാക്കി എടുക്കുക. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ച പാലിൻ്റെ ആ ഒരു ക്രീമില്ലേ, തിക്ക് ക്രീം, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയായിരിക്കും. പാലിലേക്ക് കുറച്ച് കോൺഫ്ലോർ മിക്സാക്കി കൊടുക്കുക, പാൽ തിക്കാൻ വേണ്ടിക്ക്. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടിയോ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയോ ചേർത്തിട്ട് പാലൊന്ന് കുറുക്കിയെടുക്കുക. ഇത് ഒരുപാട് പുഡിംഗ് റെസിപ്പീസിൽ ഞാൻ കാണിച്ചതാണ്, അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക നവാബി സമായിൻ്റെ ക്ലിയർ എന്താ പറയുക ഫുള്ളി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ നവാബി സമായി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം വീണ്ടും അതിന് മുകളിലായിട്ട് ഞാൻ വെർമിസെല്ലി വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടോടെ കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തതൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും ഞാൻ കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ഒന്ന് ചൂടാക്കിയിട്ട് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക കുക്ക് ചെയ്തിട്ട് ഫ്രൂട്ട്സിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കസ്കസ് എന്താ പറയുക വെള്ളത്തിൽ കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ച വെർമിസെല്ലിയിലെ നവാബി സമായിക്ക് വേണ്ടിക്ക് അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ടായിന്. അത് ഞാൻ കുറച്ച് പാലിൽ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും, പക്ഷേ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം. മാംഗോ, അനാറ്, പഴം എല്ലാം എടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ് എല്ലാം നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. ഇന്ന അളവ് ഇത്ര കൃത്യമായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിതൊരു പാർട്ടി വീഡിയോയിൽ ചെയ്തതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പാർട്ടി റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പാർട്ടി വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടോക്കാം. പുതുതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കിയതാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പം ഇത് നമ്മൾ കഴിക്കുന്നത് ഐസ്ക്രീമിൻ്റെ കൂടെയാണ്. മാംഗോ ഐസ്ക്രീമോ സ്ട്രോബെറിയോ അല്ലാന്നുണ്ടെങ്കിൽ വനിലോ ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. ഐസ്ക്രീം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പുഡിങ് കാണിക്കാം. ഇതും വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. ഞാനിപ്പോൾ കസ്റ്റേർഡ് പുഡിങ്ങാണ് കാണിക്കുന്നത്, അറേബ്യൻ കസ്റ്റേർഡ് പുഡിങ്. അതിനായിട്ട് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കൂടി മിക്സ് ആക്കി എടുക്കലാണ്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡിന് 1 കപ്പ് ഫ്രഷ് ക്രീം എന്ന അളവിൽ മിക്സ് ആക്കി എടുക്കുക. ഇപ്പം പുഡിംഗ് ട്രേയിലേക്ക് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കലാണ്. ബ്രെഡോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് കേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബ്രെഡെല്ലാം എടുക്കാനും ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ സൈഡെല്ലാം കട്ടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് കസ്റ്റേർഡ് ഡ്രിങ്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് പാലിൽ കസ്റ്റേർഡ് പൗഡർ മിക്സ് ആക്കിയിട്ട് കുറുക്കിയെടുത്തത് അതെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. കസ്റ്റേർഡ് ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് 2 കപ്പ് പാലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി വെച്ചിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിക്കാക്കി എടുക്കുക. സിമ്പിളാണ്. അതാണ് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പം മൂന്നാമത്തെ ലെയറായിട്ട് ആ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും തമ്മിൽ മിക്സ് ആക്കിയിട്ടില്ലേ, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് ബ്രെഡിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. ബ്രെഡ് സൈഡെല്ലാം കട്ടാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ കസ്റ്റേർഡ് ഡ്രിങ്ക് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും തമ്മിലുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇതിലെ കുറച്ച് കട്ടിയായിട്ട് കുറച്ചധികം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിക്ക്. ഞാനിപ്പം കുറച്ച് മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുക. ഞാനിപ്പം കുറച്ച് സാഫ്രോണും പിസ്തയും വെച്ചിട്ടാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത്. ഇത് നല്ലോണം തണുപ്പിച്ചിട്ടും കഴിക്കാം, ചൂടോടെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഞാനിത് ഇപ്പം കുറച്ച് സാഫ്രോണും കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ്ങും എന്താ പറയുക ചിക്കൻ, കുക്കർ ചിക്കന്, യമനി റൊട്ടി, കുബൂസ്, ഹമ്മൂസ്,
ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതെല്ലാം ഞാൻ മുന്നേ ഒരുപാട് എന്താ പറയുക പാർട്ടി വ്ളോഗിലെല്ലാം ചെയ്ത റെസിപ്പീസാണ്. അപ്പം 2-3 വർഷം മുന്നേ ചെയ്ത 1 വർഷം മുന്നേ ചെയ്ത റെസിപ്പീസാണ്. അതുപോലെ തന്നെ ഇത് ഈദിൻ്റെ ടൈമിനാണ്, ഈ പ്രാവശ്യത്തെ ഈദിന് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പം പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം ഇങ്ങനെയുള്ള ഓരോ റെസിപ്പി നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ മന്തി, ചിക്കൻ മന്തി, ബീഫ് മന്തി എല്ലാത്തിൻ്റെയും റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടുനോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.